ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ് ഇളകുക. ഡോക്ടറെ കാണിച്ചു. ബൈപ്പോളർ ഡിസോർഡർ എന്നാണ് പറഞ്ഞത്. ക്രോൺ ഡിസീസ്, IBD, ഇറിറ്റബിൾ ബവൽ ഡിസീസ് സിൻഡ്രം. അത് IBS, ഇറിറ്റബിൾ ബവൽ ഇറിറ്റേഷനോ വയറിളക്കം. ആദ്യം വയറിളക്കമായിരുന്നു, പിന്നെ വയറ് വേദന, പെയിൻ, സ്റ്റൊമക്ക് പെയിൻ. ഞാൻ ബയോളജി സ്റ്റുഡൻ്റാണ്. സയൻസ് എടുത്തു, എനിക്ക് കിട്ടുന്നില്ല, തീർന്നില്ല സയൻസ്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ വാങ്ങിക്കും. ഞാൻ ബുക്കുകൾ വാങ്ങിച്ച് പഠിക്കും. ഓരോ അറിവുകളും യൂട്യൂബിലൂടെ, ഗൂഗിൾ ഒരു ആഴിക്കടൽ പോലെയാണ്. നമുക്ക് മുങ്ങിത്തപ്പിയാൽ എന്തും കിട്ടും. ബുക്കുകൾ വായിച്ച് പഠിച്ചാൽ മതി. മനസ്സിലാക്കാനുള്ള നമുക്ക് പോകണം, അണ്ടർസ്റ്റാൻഡിങ്. ടീച്ചേഴ്സും സ്റ്റുഡൻസ് ആയാലും പോലീസായാലും ഇപ്പോൾ ഹിപ്നോട്ടിസ്റ്റ് തെറാപ്പിസ്റ്റ് ആയാലും നിങ്ങൾക്കെന്ത് മനസ്സിലായി എന്ന് നിഗമനം, അനലൈസിസ്, കമ്പാരിസൺ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിജയിക്കും. എന്നെ ഇളക്കുന്ന തെറിയ വരുന്നത്, തെറി പറയണമെന്നൊക്കെ ഉണ്ട്. പിന്നെയുണ്ട് പണിക്ക്. ഞാൻ എൻ്റെ ബോഡിയിലെ ബാധ കയറിയിട്ടേ ഒരാളുടെ പണിക്ക് പോയി. 3 മാസമായിട്ടും കൂലിയില്ല. ഞാൻ കയറുമ്പോൾ തന്നെ പറഞ്ഞു വയ്യാത്ത കുട്ടിയാണെന്ന്. അപ്പോൾ നമുക്ക് അതിനുള്ള വീട്ടിലെ അച്ഛനമ്മയ്ക്ക് വയ്യേ, ഏട്ടനും വയ്യ, സുഖമില്ല. അവനെ മാറുമ്പോൾ എനിക്ക് മാറുമ്പോൾ അവന്. ഈ ഒരു ഓറ, ഒരു ആത്മാവ് ഇങ്ങനെ മാറി മാറി കയറുക. ക്യാരക്ടർ ചേഞ്ചിങ്, ബൈപ്പോൾ അന്യ സിനിമ പോലെയാണ്. നമ്മളിപ്പോൾ മൂടാകുമ്പോൾ പടം കാണും, പിന്നെ പടം കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ക്യാരക്ടർ മാറും. ഒരു പണിക്ക് പോയിക്കൊണ്ടിരുന്നാണ് മിണ്ടാണ്ട്. നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ തൊടിൻ്റെ അവിടെ ഇരിക്കണേ. അപ്പോൾ ഇങ്ങനെ കാറ്റുണ്ടേ. വീട്ടിൽ ഷീറ്റിൻ്റെ റൂഫാണ്. വീട്ടിൽ നല്ലൊരു വീടുണ്ടായിരുന്നു. വീട്ടുകാർക്കും ബുദ്ധിയില്ല. ഏട്ടനാ ഒന്നും പറയാം, അരപ്പിരി, മുഴുപ്പിരി, മുക്കാപ്പിരി, അങ്ങനെയാണ് 3 ഒന്നും സേവ് ചെയ്യണം, നാളേക്കും വേണം എന്നുള്ളൊരു ബോധമില്ല. നശിപ്പിക്കുക. 27,000 റുപ്യ മുടക്കി ലാപ്ടോപ്പ് വാങ്ങിച്ചു. പണിക്ക് പോയിട്ട് ബിഗ് ബസാറിൽ. ഇപ്പോൾ ജോബ് യൂസ് ബസാറാണ്. കിഷോർ ബിയാനിൻ്റെ, മഹാത്മാഗാന്ധിൻ്റെ വചനവും നല്ല നല്ല മെഡിറ്റേഷനല്ല, നല്ല മോട്ടിവേഷണൽ സ്പീച്ചുകളൊക്കെയാണ് അവിടെ ഉണ്ടാകുക. ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകും. ഞാൻ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യും. വെൽക്കം ടു മൈ ഡിയർ ഫ്രണ്ട്സ്, ഡിയർ കസ്റ്റമർ, ഞങ്ങളുടെ 3ാമത്തെ ഫ്ലോറിൽ നല്ലൊരു ഓഫർ ഉണ്ട് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. വീട്ടിൽ പോയി പറയാം. അപ്പോൾ തെരുവിലായിരിക്കണം, വഴിയോരത്ത് തൊടിൻ്റെ സൈഡ്